ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച കോഴിക്കോട് ജില്ലയിൽ അടിക്കടി വൈദ്യുതി മുടങ്ങുന്നതിൽ ജനങ്ങളുടെ പ്രതിഷേധം. രാത്രിയിൽ വൈദ്യുതി ഉണ്ടാകാറില്ലെന്നും എന്നാൽ ബില്ലുകൾ ഓരോ തവണയും വർദ്ധിക്കുകയാണെന്നും ജനങ്ങൾ പ്രതികരിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. രാത്രിയിൽ താപനില കുറയുമെങ്കിലും എസിയോ ഫാനോ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. എന്നാൽ അടിക്കടി ഉണ്ടാകുന്ന അപ്രഖ്യാപിത പവർ കട്ടിൽ വെന്തുരുകുകയാണ് ജനങ്ങൾ. കുട്ടികളും അസുഖമുള്ള ആൾക്കാരൊക്കെ ധാരാളം ഉള്ള ഒരു സന്ദർഭത്തിൽ അപ്പോൾ ഈ ഉഷ്ണത്തെ പ്രതികരിച്ച് ജീവിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടാണ് ഉള്ളത്. പവർ കട്ടാണെങ്കിൽ അതിൻ്റെ രീതിയിൽ നടന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സാധാരണക്കാരെ ദ്രോഹിക്കുക എന്നുള്ള ഒരു പരിതസ്ഥിതിയാണ് ഇപ്പോൾ KSB ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കറണ്ട് ബില്ല് വലിയ തോതിൽ വർദ്ധിക്കുന്നതായും പരാതിയുണ്ട്. കറണ്ടിൻ്റെ ബില്ല് 500 600 ഒതുങ്ങുന്ന ബില്ല് ഇപ്പം 3000 4000 അടയ്ക്കുന്നത്. ഇതിൻ്റെ അപ്പോൾ ഈ ഇത്രയും പ്രാവശ്യം കട്ട് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് കറണ്ടിൻ്റെ ബില്ലിലൊന്നും വ്യത്യാസം വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ അത് മീറ്ററിൽ തരുന്നതെന്നാണ് അവർ പറയുന്നത്. പകൽ സമയത്ത് പൊരിവെയിൽ കൊണ്ട് പണിയെടുക്കുന്നവർക്ക് രാത്രിയിൽ സുഖമായി വിശ്രമിക്കാൻ സർക്കാർ സാഹചര്യം ഒരുക്കണമെന്നും ജനങ്ങൾ പറയുന്നു. കറണ്ട് ഇല്ലാത്ത സമയത്ത് പകലെ നല്ല ഉഷ്ണമാണ്. അപ്പോൾ അത് രാത്രിയാകുമ്പോഴേക്കും നമുക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. കൊതുകിൻ്റെ ശല്യം വേറെ ഉണ്ടാവും. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഇപ്പം എസിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉറക്കം വരാതെ പിന്നെ നമ്മൾ വന്ന് പകലെല്ലാവരും ജോലിക്ക് പോവുക. അപ്പം രാത്രി നമ്മുടെ ഉറക്കം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ എല്ലാത്തിനെയും നമ്മൾ ആ ജീവിതത്തിൻ്റെ തന്നെ ബാധിക്കുന്നുണ്ടല്ലോ. സംസ്ഥാനത്ത് വീണ്ടും ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന ചർച്ചകൾ നടക്കുമ്പോഴാണ് ജനങ്ങളുടെ ഈ പ്രതികരണം. ജനം, കോഴിക്കോട്.